കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കടൽ ഇങ്ങനെ, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വെതർ ഇങ്ങനെ. കൊച്ചിയിൽ അൺമൂറിംഗ് ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്തായിരുന്നു. ഓപ്പൺ സീലെത്തിയപ്പോഴും സൈലൻസ് സ്മൂത്ത് ആയിരുന്നു. രാത്രിയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ കവരത്തിലേക്ക് അടുക്കുന്നവരും വെതർ ഓരോ മണിക്കൂർ മാറി തുടങ്ങി. ആദ്യത്തെ ദിവസം വെതർ കണ്ടപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വാർണിംഗ് പോലും ഇല്ലാതെ നമ്മൾ സ്റ്റോമിലേക്കായിരുന്നു കയറി ചെന്നത്. ആ രാത്രി ഉറങ്ങുന്നത് തന്നെ കഷ്ടമായിരുന്നു. ഷിപ്പ് റോളിങ്ങും പിച്ചിങ്ങും. സെയിലിംഗിൽ ഓരോ മണിക്കൂറിനും GPS ലോഗിൽ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ മൂവ്മെന്റും റെക്കോർഡ് ചെയ്യണം. എമർജൻസി വന്നാൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കടൽ റഫായാൽ ഡെക്ക് വർക്ക് മാത്രമല്ല, ഗാലിയിൽ കുക്കിംഗ് ചെയ്യാനും വലിയ ചാലഞ്ചാണ്. മഴയും കാറ്റും. കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇത്രയും ഡ്രാസ്റ്റിക് വെതർ ചേഞ്ച് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാർജിന്റെ സ്പീഡ് 3 knots, ചില സമയത്ത് 2 knots വരെ കിട്ടുന്നുള്ളൂ. സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. പക്ഷെ ഒരു കാര്യം, ഇത്രയും റഫ് വെതറിലും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ട കാർഗോ സേഫായി എത്തിക്കാൻ പറ്റിയല്ലോ. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ കാറ്റും മഴയും ഈ റഫായ കടലും പാസ് ചെയ്ത് ഞങ്ങൾ കവരത്തി ദ്വീപിൽ സേഫായി എത്തി. ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.